ഹായ് എവ്രി വൺ. ഇന്ന് ഞാനൊരു ചെറിയ ലോങ് വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എന്നെപ്പോലുള്ള പെൺകുട്ടികൾ ഇന്ന് സമൂഹത്തിൽ അനുഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഞാനിപ്പം ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സ്കിൻ ടോൺ നിങ്ങൾക്കിപ്പോൾ കാണാം. ലൈക്ക് ഞാനൊരു ബ്രൗൺ സ്കിൻ ആണ് എൻ്റെത്. അപ്പം കറുത്തത് അല്ലെങ്കിൽ കറുമ്പി അങ്ങനെയുള്ള പേരുകളിൽ നമ്മളെയൊക്കെ ഇങ്ങനെ വിളിക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് ഉണ്ടാവുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ഒരു കുട്ടിയുടെ കോൺഫിഡൻസിനെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്. ശരിക്കും എനിക്കത് പറയാൻ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ തന്നെ വാക്കുകളൊന്നും കിട്ടുന്നില്ല. കാരണം ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ. ഇപ്പം ഇപ്പോൾ ഒരു വീട്ടിലേക്ക് കെട്ടി വീട്ടിലേക്ക് വരുന്നതിന് മുന്നേ ഒരാൾ പെണ്ണ് കാണാൻ വരുമ്പോൾ തന്നെ കറുത്തതാണ് എന്നുള്ളൊരു ഇത് കാണുമ്പോൾ തന്നെ പെണ്ണ് കറുത്തതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല, അങ്ങനെ പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അല്ലാതെ നമ്മൾ ഇപ്പം കെട്ടി വീട്ടിൽ വരുന്നതിന് ശേഷം നമ്മുടെ സ്കിൻ ടോണിൻ്റെ പേരിലുണ്ടാവുന്ന ഒരു വേർതിരിവ്, അതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മുടെ കുറ്റമാണോ കറുത്തു പോയെന്നുള്ളത് എനിക്കറിയില്ല. ഈ കറുപ്പിന് എന്താണ് ഇത്ര പ്രശ്നം എന്ന് എനിക്കറിയത്തില്ല. കുഞ്ഞുനാൾ തൊട്ടേ കേട്ടുവരുന്നതാണ് കറുപ്പെന്ന് പറയുന്നത് എന്തോ ഒരു വേർതിരിച്ച് കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പം ഇപ്പോഴും ഉള്ളത്, നേരത്തെ വളർന്നു വരുന്നതും. ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ച് വീഴുമ്പോൾ തന്നെ അതിൻ്റെ ജെൻഡർ ഇപ്പം ആണാണോ പെണ്ണാണോ അല്ലെങ്കിൽ ഇപ്പം അല്ലാതെ ഏത് ജെൻഡറോ ആയിക്കോട്ടെ, നമ്മൾ ആദ്യം ചോദിക്കുക എന്താ, ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നല്ലേ. ഇപ്പം ആരാണെങ്കിലും നമ്മളോട് ചോദിക്കാം. അതിന് പകരം കുട്ടി കറുത്തതാണോ വെളുത്തതാണോ എന്ന് ചോദിക്കുന്ന ഒരു ആൾക്കാരും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. വേറൊന്നും അറിയണ്ട, കുഞ്ഞ് ഹെൽത്തി ആണോ, അമ്മയ്ക്ക് കുഴപ്പമുണ്ടോ, കുഞ്ഞിന് കുഴപ്പമുണ്ടോ, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ, അതൊന്നും അറിയണ്ട. കുട്ടി കറുത്തതാണോ വെളുത്തതാണോ, അതാണ് ഏറ്റവും ആദ്യത്തെ കൺസേൺ. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, എന്തോ ഒരു വലിയ പാവം ചെയ്ത പോലെയാണ് ഈ കറുത്തിരിക്കുന്ന എന്തോ ഒരു വലിയ ഇതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പം ഇത് സത്യത്തിൽ തുടങ്ങാന്ന് പറയുന്നുണ്ടല്ലോ നമ്മുടെ ഒരു വീടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് അല്ലേ. കുഞ്ഞുനാൾ തൊട്ടേ നമുക്ക് തരുന്ന ഒരു ഇതുണ്ടല്ലോ, കറുത്തതാണ്, ആ കളർ ഡ്രസ്സ് ചേരില്ല, നീ കറുത്തതാണ്, നിനക്ക് മേക്കപ്പ് ചേരില്ല, മുടി അഴിച്ചിട്ട് കഴിഞ്ഞാൽ മുഖം കാണില്ല കറുത്തിട്ടിരിക്കുന്നതുകൊണ്ട്, അങ്ങനെയൊക്കെയുള്ളൊരു ഇതുണ്ട്. പിന്നെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ ഇടയിൽ ഇല്ലേ വരും, ഓ അവളുടെ മോള് കറുത്തതാണ് അതുകൊണ്ട് അവളുടെ സകല പ്രതാപവും പോയി, ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനം ഉണ്ടല്ലോ. പോട്ടെ, വേറൊരു കാര്യം പറയാം. ഇപ്പം ഈ കറുത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ചെറുക്കൻ ഇത്തിരി ഫെയർ ആയിട്ടുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ, ഓ ഇതെങ്ങനെ സംഭവിച്ചു, ഇതെങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഇപ്പം തന്നെ നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. കറുപ്പിൻ്റെ പേരിൽ ആ പെൺകുട്ടികൾ ഇപ്പോൾ ഒരു ചെറുക്കൻ്റെ വീട്ടിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ മേൽ ആത്മഹത്യ ചെയ്യുന്നതും അല്ലേ, എന്തോരം അനുഭവിച്ചിട്ടുണ്ടാവും, എന്തൊക്കെ കേട്ടിട്ടുണ്ടാവും. സത്യമാണ്, സത്യം. എനിക്കൊക്കെ ഞാനൊന്നും എന്ന് വെച്ചാൽ ബീച്ചിൽ പോലും പോകാറില്ല. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കാറിനുള്ളിൽ അവിടെ എന്താ തിരിക്കും. എനിക്ക് പേടിയാണ്, ബീച്ചിൽ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും കരിവാളിച്ച് പോവും, അല്ലെ ഇനി ഇത് കൂടുതൽ കറുത്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ള ചിന്തയിലൊക്കെയാണ് ഞാൻ. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ ബീച്ച് എന്ന് പറയുന്നതിനോടേ എനിക്കൊരു വെറുപ്പ് തോന്നിയത്. അങ്ങനെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് മാത്രമല്ല, ഇപ്പം ഈ ഒരു ബ്രൗൺ സ്കിൻ ആയിട്ടുള്ളൊരു പെൺകുട്ടി ഫെയർ ആയിട്ടുള്ളൊരു ആൺകുട്ടിയായിട്ട് കല്യാണം കഴിച്ചു, അത് ഹസ്ബൻഡ് വൈഫാണ്. അവർക്കുണ്ടാകുന്ന കുട്ടി വെളുത്തതാണെങ്കിൽ ഉടനെ റിലേറ്റീവ്സ് ചോദിക്കുന്നത്, ഇത് നിൻ്റെ കുട്ടി തന്നെയാണോ, അതോ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കുഞ്ഞ് മാറിപ്പോയോ? ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ എല്ലാത്തിനും, കറുത്തത് ജനിച്ചാലും വെളുത്തത് ജനിച്ചാലും എനിക്കറിയത്തില്ല എന്താണ് ഇപ്പം ഈ ഇത്രയും നാളായിട്ട് ഈ സ്കിൻ ടോണിൻ്റെ പേരിലുള്ള ആ ഒരു ഇഷ്യൂ ഇതുവരെ മാറിയിട്ടില്ല അല്ലേ. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഒരു ജനറേഷനോട് അത് നിർത്തണം എന്നാണ്. ഇനി വരുന്ന നമ്മുടെ കുട്ടികളിലേക്ക് ഈ ഒരു വിഷം നമ്മൾ കുത്തിവെച്ച് കൊടുക്കരുത്. അത് അവരുടെ കോൺഫിഡൻസിനെ വല്ലാതെ ബാധിക്കും. ഞാനൊക്കെ ഒരു മുറിയിലേക്ക് ഒതുങ്ങിപ്പോയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നും പുറത്തിറങ്ങാനൊരു കോൺഫിഡൻസ് ഇല്ലാതെ, ആരെയും ഫേസ് ചെയ്യാനൊരു കോൺഫിഡൻസ് ഇല്ലാതെ, ഒരു
നമുക്കിപ്പം ചടങ്ങുകളൊക്കെ വരുമല്ലോ, കല്യാണമോ അല്ലെ മറ്റ് ഫംഗ്ഷനുകളിൽ എല്ലാവരും ഗ്യാദർ ചെയ്യുന്ന ഒരു ഫംഗ്ഷനിൽ പോയി നിൽക്കാനൊരു കോൺഫിഡൻസ് ഇല്ല, അതൊക്കെ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കുറേ വളർന്ന് വെളിയിലൊക്കെ പോയി മറ്റു ആൾക്കാരും ഒക്കെ ആയിട്ടൊന്ന് സംസാരിച്ചൊക്കെ തുടങ്ങിക്കഴിച്ചാണ് ചെറുതായിട്ടെങ്കിലും ഒന്നൊരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിലേക്ക് വന്ന് തുടങ്ങിയത്. അല്ലാതെ നമ്മൾ ആ ഒരു ഇതിൽ തന്നെ നിന്ന് പോയിരുന്നെങ്കിൽ ഇപ്പോഴും നമ്മളെന്തോ ഒരു പാപം ചെയ്ത പോലെ ഫീൽ ചെയ്തേനെ. കറുപ്പിനെ വേർതിരിച്ച് കാണേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അത് സ്കിൻ ടോൺ. എനിക്കാണെങ്കിൽ കൊച്ചിലേക്ക് അത്യാവശ്യം ഡാൻസൊക്കെ കളിക്കാൻ ഇഷ്ടമാണ്, പാട്ട് പാടാൻ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ഒത്തിരി കൾച്ചറലൊക്കെ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പങ്കെടുക്കാനൊക്കെ. ഡാൻസ് കളിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ കറുത്തതാണ് എന്നുള്ള പേരിൽ നടുക്ക് നിർത്താനോ ഫ്രണ്ട് നിർത്താനോ താല്പര്യപ്പെടാത്ത ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ കൂട്ടുകാരിലൊന്നും എനിക്ക് വേർതിരിവ് കണ്ടിട്ടില്ല. അങ്ങനെ വേർതിരിച്ച് എൻ്റെ കൂടെയുള്ള പിള്ളേരൊന്നും എന്നെ വേർതിരിച്ച് കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ നമ്മുടെ മാതാപിതാക്കളുടെ പ്രായമുള്ളവർ അല്ലെങ്കിൽ അതിന് മേളിൽ പ്രായമുള്ളവർ, അവരിൽ നിന്നാണ് കൂടുതലും ഈ ഒരു മാറ്റി നിർത്തൽ എനിക്കുണ്ടായിട്ടുള്ളത്. ഇപ്പം എനിക്ക് മാത്രമല്ല, എന്നെപ്പോലെ പല പെൺകുട്ടികളും അത് അനുഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആണിത്. നമ്മൾ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല സത്യത്തിൽ നമ്മൾ, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ മാറ്റി നിർത്തപ്പെടുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിലെ കോൺഫിഡൻസ് ആണ് നമ്മളാണ് ഇല്ലാതായി പോകുന്നത്. അങ്ങനെ സോ കറുപ്പ് വെളുപ്പ് അങ്ങനെ ഒന്നുമില്ല. വി ആർ ബ്യൂട്ടിഫുൾ ജസ്റ്റ് ദ വേ വി ആർ. നമ്മളിപ്പം ഈ അനുഭവിച്ചിട്ടുള്ള ഈ ഒരു നമുക്കുണ്ടായിട്ടുള്ളൊരു ഡിസ്ക്രിമിനേഷൻ, മാറ്റി നിർത്തപ്പെടൽ നമ്മുടെ കുട്ടികളിലേക്ക് സ്പ്രെഡ് ആവാതിരിക്കാൻ നമ്മൾ തന്നെ നോക്കുക. അതിവിടം കൊണ്ട് തന്നെ നിൽക്കുക. ഈ ഒരു വിഷം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമ്മൾ കുത്തിവെക്കരുത്. അവർ എങ്ങനെയാണോ ആ രീതിയിൽ അവർ വളരട്ടെ. കളറിൻ്റെ കാര്യങ്ങളോ, കറുത്ത കുട്ടി വെളുത്ത കുട്ടി, കറുത്ത കുട്ടിയോട് കൂടരുത്, വെളുത്ത കുട്ടിയുടെ കൂടെ കളിക്കുക, അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കണ്ട. അവർക്കിഷ്ടമുള്ള രീതിയിൽ നല്ല കുട്ടികളായിട്ട് മാറാനായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. താങ്ക് യു. ബൈ ബൈ.